നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ പാഠമായ നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠത്തിൻ്റെ പേരെന്താ മക്കളെ? നന്നായി. ചിത്രത്തിലേക്ക് നോക്കിയേ മക്കളെ. ആനയുടെ നേതൃത്വത്തിൽ കാട്ടിലെ മൃഗങ്ങൾ ഒത്തുകൂടി അവരെന്താ പറയുന്നത് നോക്കിയേ. കൂട്ടത്തിൽ നേതാവായ ആന എന്താ പറഞ്ഞു നോക്കിയേ മക്കളെ? കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല, കുട്ടികൾ വിശന്ന് കരയുന്നു. ആന എന്താ മക്കളെ പറഞ്ഞത്? കാട്ടിൽ അവരുടെ ആവശ്യത്തിനുള്ള ആഹാരം കിട്ടുന്നില്ല, കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നു? വിശന്ന് കരയുന്നു. ഇത് കേട്ട് മറ്റൊരു ആന പറയുകയാണ്, അതെ അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? ഇങ്ങനെ ആഹാരം കിട്ടാതിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? അപ്പോൾ മറ്റൊരാന പറയുകയാണ്, മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു, വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. മനുഷ്യര് അവരുടെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തിട്ടുള്ളതാണ് വാഴയും കരിമ്പും ചക്കയെല്ലാം അല്ലേ. ആന അതിൽ കയറുമ്പോൾ ആന അവരുടെ ആവശ്യത്തിന് തിന്നുകയും ചവിട്ടിയെല്ലാം എന്ത് ചെയ്യും? ഒടിച്ച് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ മറ്റൊരാന പറയുകയാണ്, നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ, പടക്കമെറിയും വെടിവെക്കും. മനുഷ്യരെന്താ ചെയ്യുന്നത്? ആനയെ കാണുമ്പോൾ അവരിതെല്ലാം നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് അവർ പടക്കമെറിഞ്ഞും വെടിവെച്ചും ആനകളെ എന്ത് ചെയ്യുന്നു? ഓടിക്കുന്നു. ഇത് കേട്ട് കുഞ്ഞനെലി പറയുകയാണ്, ഞങ്ങളെക്കുറിച്ചും മനുഷ്യർക്ക് പരാതിയുണ്ട്. എന്താണത്? ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നുന്നു എത്രേ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞനെലി എലികള് മനുഷ്യർ നടുന്ന കിഴങ്ങ് മരച്ചീനിയൊക്കെ കട്ട് തിന്നുന്നു എന്ന് മനുഷ്യർ പരാതി പറയുന്നു. അപ്പോൾ കിളികൾ എന്താ പറഞ്ഞു നോക്കിയേ മക്കളെ? കതിരു കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു, ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ. കിളികളെക്കുറിച്ച് എന്താ മനുഷ്യൻ്റെ പരാതികൾ? അവർ കതിരു കൊത്തുന്നു, നെൽക്കതിരുകളൊക്കെ കൊത്തിക്കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ പഴവും മോഷ്ടിക്കുന്നു. ഇങ്ങനെ കിളികളെക്കുറിച്ചുമുണ്ട് മനുഷ്യർക്ക് പരാതികൾ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാന സങ്കടത്തോടെ പറയുകയാണ്, നമുക്കും വിശപ്പില്ലേ, അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നീലുവാന പറഞ്ഞു, മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതല്ലേ, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതല്ലേ, അതല്ലേ നമ്മൾ കയറി തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെ എങ്ങനെയാണ് കുറ്റം പറയുക? ഇത് കേട്ടപ്പോൾ കുഞ്ഞനെലി പറഞ്ഞു, നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം. അങ്ങനെ നീലുവാനയുടെ അഭിപ്രായത്തെ എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത പേജ് നോക്കിയേ മക്കളെ. എന്താ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു? ഇവരെല്ലാവരും കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിലമൊരുക്കുന്ന പണിയിലാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആനകൾ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടൊഴിക്കുന്നു, കിളികൾ വെള്ളം ഒഴുകാൻ ചാലുണ്ടാക്കുന്നു, എലികൾ മണ്ണ് മാന്തുന്നു, കുറുക്കന്മാർ നിലം ഒരുക്കാൻ വേണ്ടിയിട്ട് പുല്ലുകൾ പറിച്ചു മാറ്റുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലികൾ അവിടെ ചെയ്യുകയാണ്. അടുത്ത പേജ് നോക്കിയ മക്കളെ. കൂട്ടുകാർക്ക് ഉത്സാഹമായി എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി. ഉത്സാഹത്തോടു കൂടി എല്ലാവരും ഒത്തുകൂടി കൃഷി ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? നിലമെല്ലാം ഒരുക്കി വൃത്തിയാക്കി. ചിത്രത്തിലേക്ക് നോക്കിയ മക്കളെ. കുരങ്ങച്ചൻ എല്ലാവരെയും കൂട്ടി പണിയായുധങ്ങളുമായി കൃഷിസ്ഥലത്തേക്ക് വരുന്നു. ട്രാക്ടറുമായി കരടിച്ചേട്ടനും എത്തി. അപ്പോൾ കരടിച്ചേട്ടൻ പറയുകയാണ്, എല്ലാം റെഡി, ഇനി തുടങ്ങാം. കൃഷി ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്, ഇനി നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാം. അടുത്ത് നോക്കിയേ. കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ? ഉപകരണങ്ങളുടെ പേരെഴുതണം. അടുത്ത കോളത്തിൽ അവയുടെ ഉപയോഗവും എഴുതണം. കലപ്പ നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നു. നുകം വയൽ ഉഴുതുമറിക്കാൻ കന്നുകാലികളെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിച്ചിരുന്നു. കലപ്പ ഉറപ്പിക്കുന്നത് നുകത്തിന്മേലാണ്. കട്ടക്കുഴ അല്ലെങ്കിൽ നിലന്തല്ലി പാടങ്ങളിലെ മൺകട്ട ഉടയ്ക്കുന്നതിനുള്ള ഉപകരണം. ജലചക്രം പണ്ട് കാലത്ത് കൃഷിയിടത്തിൽ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന ഉപകരണം. വിത്തുകൂട്ടി നിരന്ന് കിടക്കുന്ന നെല്ല് വലിച്ചു കൂട്ടാൻ ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള ഉപകരണം. തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട് കിളയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. വട്ടി പാടത്ത് വിത്ത് ചേർന്നതിന് ഉപയോഗിച്ചിരുന്നു. അരിവാൾ വിളവ് കൊയ്യാൻ, മൺകോരി മണ്ണ് കോരി മാറ്റാൻ ഉപയോഗിക്കുന്നു. അടുത്ത പേജ് നോക്കിയേ മക്കളെ. പറയാം എഴുതാം. കുരങ്ങച്ചൻ എന്താ ചോദിക്കുന്നത് നോക്കിയേ. എന്തെല്ലാം കൃഷി ചെയ്യണം? ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എന്തെല്ലാമാണ് നമ്മളിവിടെ കൃഷി ചെയ്യേണ്ടത്? ടീച്ചർ ഒരു മാതൃകയാണ് പറയുന്നത്. മക്കള് നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് സന്ദർഭത്തിന് യോജിച്ച കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കുക. ആന എന്താ പറഞ്ഞു നോക്കി മക്കളെ. നമുക്ക് കരിമ്പും വാഴയും കൃഷി ചെയ്യാം. കുഞ്ഞിക്കിളി, നിനക്കെന്താ വേണ്ടത്? കുഞ്ഞിക്കിളി എന്താ പറഞ്ഞത്? നെല്ലും ഗോതമ്പും.
ഇത് കേട്ട് കുഞ്ഞിനെലി പറയുകയാണ്, അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. അതുമാത്രം പോരാ, കിഴങ്ങും നടണം. കുഞ്ഞിമുയലെ നിനക്കെന്താണിഷ്ടം? അപ്പോൾ കുഞ്ഞിമുയൽ പറയുന്നു, എനിക്ക് ക്യാരറ്റാണ് ഏറ്റവും ഇഷ്ടം. ക്യാരറ്റും നടണം. ഇങ്ങനെ നമുക്കവിടെ എഴുതി ചേർക്കാം. അടുത്ത പേജ് നോക്കിയ മക്കളെ, വരികൾ കൂട്ടിച്ചേർത്ത് പാടാം, എഴുതാം. നന്നായി ഉണ്ണാൻ. മണ്ണു കിളയ്ക്കേണം, നന്നായി മണ്ണു കിളയ്ക്കേണം. നിലമൊരുക്കേണം, നന്നായി നിലമൊരുക്കേണം. വിത്തു വിതയ്ക്കേണം, നന്നായി വിത്തു വിതയ്ക്കേണം. അടുത്ത 4 വരി നമുക്കവിടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. മുകളിലത്തെ വരികളിൽ മണ്ണ് കിളയ്ക്കുന്നതിനെക്കുറിച്ചും നിലമൊരുക്കുന്നതിനെക്കുറിച്ചും വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് താഴോട്ട് അതിൻ്റെ ബാക്കി പറഞ്ഞു പോകാം. വെള്ളമൊഴിക്കേണം, നന്നായി വെള്ളമൊഴിക്കേണം. കളപറിക്കേണം, നന്നായി കളപറിക്കേണം. വളമിടേണം, നന്നായി വളമിടേണം. ഇങ്ങനെ എഴുതി ചേർക്കാവുന്നതാണ്. ബാക്കി നോക്കിയേ, എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ണാലോ. കൃഷി നന്നായി ചെയ്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും. നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നന്നായി ആഹാരം കഴിക്കാം. അടുത്ത പേജ് നോക്കിയേ മക്കളെ, കൃഷിയെല്ലാം പാകമായി, വിളവെടുപ്പിൻ്റെ സമയമായി. എന്താ എഴുതിയിട്ടുള്ളത് നോക്കിയേ, വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു. അങ്ങനെ പാകമായി കിടക്കുന്ന കൃഷിയിടം കണ്ടപ്പോൾ കുഞ്ഞനാനയ്ക്കും കൂട്ടുകാർക്കും ഭയങ്കര സന്തോഷമായി. വിളവെടുപ്പ് ഉത്സവമായി. അങ്ങനെ വിളവെടുപ്പ് അവരൊരു ഉത്സവമായി ആഘോഷിച്ചു. വിളവെടുപ്പിന് എല്ലാവരും ഒത്തുകൂടി. എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്? താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ നോക്കിയേ, അത് നമുക്കവിടെ എഴുതി ചേർക്കണം. ചേന, ക്യാരറ്റ്, മരച്ചീനി, നെല്ല്, ചീര, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവയൊക്കെ അവർ കൃഷി ചെയ്ത് വിളവെടുത്തു. അടുത്ത പേജ് നോക്കിയേ മക്കളെ, പറഞ്ഞതെന്തെല്ലാം. ക്യാരറ്റ് തിന്നുന്ന കുഞ്ഞിമുയൽ എന്താ പറഞ്ഞത് നോക്കിയേ, ഹായ് എന്തു രുചി. ഇത് കേട്ടപ്പോൾ നമ്മുടെ കുഞ്ഞനാന പറയുകയാണ്, പഴത്തിന് നല്ല സ്വാദുണ്ട്. അടുത്തത് കുഞ്ഞിനെലിയും പരുന്തും തത്തയും പറഞ്ഞത് നമുക്കവിടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. ടീച്ചർ ഒരു മാതൃകയാണ് പറയുന്നത്. മക്കൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങളനുസരിച്ച് പാഠഭാഗത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കുക. കുഞ്ഞനെലി പറയുകയാണ്, നമ്മുടേത് നല്ല തീരുമാനമായിരുന്നു. ഇനി ആരുടെയും കുട്ടികൾക്ക് വിശന്ന് കരയേണ്ടി വരില്ല. അപ്പോൾ പരുന്ത് പറഞ്ഞു, ഇനി മനുഷ്യരുടെ പരാതിയും കേൾക്കണ്ട, നാട്ടിലിറങ്ങാൻ പേടിക്കുകയും വേണ്ട. തത്ത പറയുകയാണ്, ഞങ്ങളുടെ ആവശ്യത്തിനുള്ള നെല്ല് ശേഖരിച്ചു. നമ്മൾ ഒരുമിച്ച് അധ്വാനിച്ചപ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടി. ഇത് കേട്ട കരടിച്ചേട്ടൻ പറഞ്ഞു, ഒത്തുപിടിച്ചാൽ മലയും പോരും. അടുത്ത നോക്കിയേ, കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. ഐക്യമത്യം മഹാബലം, ഒരുമ തന്നെ പെരുമ, കൂടി നിന്നാൽ കോടി ഗുണം, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഒരുമയ്ക്ക്9 വർക്കത്ത്. അടുത്ത പേജ് നോക്കിയേ, പാടാം, രസിക്കാം. നല്ല വിളവ് ലഭിച്ചതിൻ്റെ സന്തോഷം ആഘോഷിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. താരിളം തെയ്യാരാ തക തക താരിളം തെയ്യാരാ, താരിളം തെയ്യാ തെയ്യത്താരാ, താരിളം തെയ്യാരാ. ആനമലയിൽ കൂനമലയിൽ കാടൊതുക്കി തെയ്യാരാ, കിളകിളച്ചതും നനച്ചതും വിതച്ചതും തെയ്യാരാ. ആനമലയിൽ കൂനമലയിൽ വിതച്ചതും തെയ്യാരാ, മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാരാ. ആനമലയിൽ കൂനമലയിൽ തേവി നനച്ചതും തെയ്യാരാ, കളപറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാരാ. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യം നോക്കിയേ, നന്നായി ഉണ്ണാൻ ചിത്രകഥയെ കഥയാക്കി പറയാം, എഴുതാം. ചിത്രകഥാ രൂപത്തിൽ തന്നിട്ടുള്ള പാഠഭാഗത്തെ കഥയാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ചിത്രകഥയെ നമുക്കൊരു കഥയാക്കി എഴുതി നോക്കാം. നന്നായി ഉണ്ണാൻ എന്ന് നമുക്ക് കഥയ്ക്ക് പേര് കൊടുക്കാം. ഒരിക്കൽ കാട്ടിൽ ആനയുടെ നേതൃത്വത്തിൽ മൃഗങ്ങൾ ഒത്തുകൂടി. കൂട്ടത്തിൽ പക്ഷികളും ഉണ്ടായിരുന്നു. ആനത്തലവനായ അപ്പുക്കുട്ടൻ പറഞ്ഞു, കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല. കുട്ടികൾ വിശന്ന് കരയുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു തുടങ്ങിയ മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു എന്ന് നീലുവാന പറഞ്ഞു. മനുഷ്യർ പടക്കമെറിയുകയും വെടിവയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാട്ടിലിറങ്ങാൻ പേടിയാണെന്ന് മീട്ടുവാനയും പറഞ്ഞു. കിഴങ്ങ് കട്ട് തിന്നുന്നു എന്ന് ഞങ്ങളെക്കുറിച്ച് പരാതിയുണ്ടെന്ന് കുഞ്ഞനെലിയും അഭിപ്രായപ്പെട്ടു. കതിരു കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു എന്നിങ്ങനെ ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികളെന്ന് കിളികളും പറഞ്ഞു. മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് നശിപ്പിച്ചിട്ടല്ലേ നമുക്ക് വേണ്ടത് നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കണമെന്ന് നീലുവാന അഭിപ്രായപ്പെട്ടു. നീലുവിൻ്റെ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാവരും ചേർന്ന് നിലം ഒരുക്കി. കുരങ്ങച്ചൻ്റെ നേതൃത്വത്തിൽ കാളവണ്ടിയിൽ പണിയായുധങ്ങൾ കൊണ്ടുവന്നു. കരടിച്ചേട്ടൻ ട്രാക്ടറുമായി എത്തി. അങ്ങനെ ഓരോരുത്തരും കൃഷിയിടത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ കൃത്യമായി ചെയ്തു. ഓരോരുത്തരോടും എന്തെല്ലാം കൃഷി ചെയ്യണമെന്ന് കുരങ്ങച്ചൻ അഭിപ്രായം ചോദിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് കൃഷി ഇറക്കി. വെള്ളവും വളവും സമയോചിതമായി കൊടുക്കുകയും കള പറിക്കുകയും ചെയ്തു. അങ്ങനെ വിളവെടുപ്പിൻ്റെ സമയമായി. വിളഞ്ഞു കിടക്കുന്ന കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു. വിളവുത്സവത്തിന് എല്ലാവരും ഒത്തുകൂടി. എല്ലാവരും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി വിളവെടുപ്പ് നടത്തി. ഇനി എന്നും നമുക്ക് വേണ്ട ആഹാരം നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കണമെന്നും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുതെന്നും അവർ തീരുമാനിച്ചു. എല്ലാവരും ഒരുമയോടെ നിന്നാൽ ഏതു പ്രശ്നത്തെയും നിസ്സാരമായി പരിഹരിക്കാമെന്ന ആശയം പകർന്നു നൽകുന്ന ഒരു കഥയാണിത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം. മുഖംമൂടി നിർമ്മിക്കണേ. ഈ കഥയെ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓരോ കഥാപാത്രത്തിൻ്റെയും മുഖംമൂടി നിർമ്മിക്കാൻ മറക്കല്ലേ. അടുത്ത എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയേ മക്കളെ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. ഉത്തരം എന്താണ്? ചീര. അകത്തറുത്താൽ പുറത്തറിയും. ചക്ക. അടുത്ത എന്താ കൊടുത്തിട്ടുള്ളത്? ചേർത്തു പറയാം, എഴുതാം. നിലം ഒരുക്കി, നിലമൊരുക്കി. അതുപോലെ താഴത്ത് നമ്മൾ എഴുതണം. വിളവ് എടുത്തു, വിളവെടുത്തു. കതിര് അണിഞ്ഞു, കതിരണിഞ്ഞു. അടുത്ത എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം. മക്കൾ കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്